സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, കേരളത്തിൽ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യുടെ വളർച്ച അല്ലെങ്കിൽ എത്രത്തോളം വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനം ഉയരാനും അതോടൊപ്പം തന്നെ BJP-ക്ക് എത്ര സീറ്റുകൾ നമ്മുടെ കേരളത്തിൽ ലഭിക്കുക അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? പാർട്ടിയുടെ വിലയിരുത്തലിൽ നിന്നും ഞാനിത് സൂചിപ്പിക്കുന്നതിന് മുൻപ് 2004 മുതൽ 2024 വരെ നടന്ന 20 കൊല്ലക്കാലത്തെ 5 ലോക്സഭാ ഇലക്ഷനുകളെ സംബന്ധിച്ച് ഒരു പൊതു ചിത്രം വിപിൻലാലിന്റെ മുമ്പാകെ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 2004-ലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു NDA സ്ഥാനാർത്ഥി വിജയിച്ച് പാർലമെന്റിൽ എത്തുന്നത്. മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ PC തോമസ്. കേവലം 519 വോട്ടിനാണ് അദ്ദേഹം അന്ന് വിജയിച്ചത്. എങ്കിൽ പോലും തുടർന്നിങ്ങോട്ടുള്ള മറ്റ് മത്സരങ്ങളിൽ 2009-ൽ, 2014-ൽ, 2019-ൽ ഒന്നും BJP-ക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ വോട്ടിന്റെ വർധനവ് പോലെയല്ല BJP-യുടെയും BJP മുന്നണിയുടെയും വോട്ടിന്റെ വർധനവ്. ഈ വോട്ട് വർധനവിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പണ്ഡിതന്മാരും ഒരു വിശകലന വിദഗ്ധന്മാരും നാളിതുവരെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അത് കൃത്യമായ ഒരു അജണ്ട കൊണ്ടാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ല എങ്കിൽ ഇത്രയേറെ രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരുള്ള കേരളത്തിന്റെ മണ്ണിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന വസ്തുതകൾ ആരെങ്കിലും പറയേണ്ടതായിരുന്നു. ഞാനിത് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ BJP-യുടെ ഭാരവാഹി എന്നുള്ള നിലയിലല്ല, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ്. അതായത് 2004-ൽ 20 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന BJP എന്ന പാർട്ടിക്ക്, NDA എന്ന മുന്നണിക്ക് ശരാശരി ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് ഓരോ മണ്ഡലത്തിലും 25,000 മുതൽ 45,000 വരെ മാത്രമായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മാത്രമാണ് അതിനൊരു അപവാദമായിട്ട് ആ സമയത്ത് 1 ലക്ഷത്തിനടുത്ത് അല്ലെ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടിയിരുന്ന ഏക മണ്ഡലം. ബാക്കി മിക്ക മണ്ഡലങ്ങളും 25,000 മുതൽ 45,000 വരെ വോട്ടാണ് അന്ന് ലഭിച്ചിരുന്നത് 2004-ൽ, 20 വർഷം മുൻപ്. 2009 വരുമ്പോഴേക്കും 45,000 മുതൽ 85,000 വരെ ആയിട്ട് ആ വോട്ട് വർദ്ധിക്കുകയാണ്. അതായത് 100% നേരെ ഇരട്ടിയാവുകയാണ്. ഓർക്കുക, LDF-നും UDF-നും ഈ വളർച്ച ആ സമയത്തില്ല. നേരെ ഇരട്ടി പോയിട്ട് 10%, 20% വളർച്ച പോലും ഇല്ല. 2014-ലെത്തുമ്പോൾ BJP-യുടെ വോട്ട് വീണ്ടും 100% വർദ്ധിച്ച് 85,000 മുതൽ 1.5 ലക്ഷം വരെയായി. ചില മണ്ഡലങ്ങളിൽ അതിൽ കൂടുതലും, തിരുവനന്തപുരത്തൊക്കെ അതിൽ കൂടുതലും വന്നു. എങ്കിലും ശരാശരി നോക്കിയാൽ 100% വളർച്ച അന്ന് നമുക്ക് കാണാൻ കഴിയും. 2019-ലേക്ക് വരുമ്പോൾ അത് 1.5 ലക്ഷം മുതൽ 2,90,000 വരെയായി. അതായത് വീണ്ടും 100% അല്ല, 90%, 80 മുതൽ 90% വരെ വളർന്നു. ഈ സമയത്തൊന്നും LDF-ന്റെയും UDF-ന്റെയും വളർച്ച 10%-ൽ കൂടുതൽ പോയിട്ടില്ല. 4-5% സ്വിംഗ് മാത്രമാണ് ഉണ്ടായത്. 2019-ൽ നിന്ന് ഇന്ന് 2024-ൽ എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100%, 90%, 80% വളർച്ച BJP-കാരനായ ഞാൻ പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം രാഷ്ട്രീയ സത്യസന്ധത പാലിച്ച് പറയണമല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തുറന്നു പറയാമല്ലോ. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 50% വർധനവ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഇത്തവണ BJP-യുടെ മണ്ഡലങ്ങളിൽ ലഭിക്കുകയാണ് എങ്കിൽ 2.25 ലക്ഷം മുതൽ 3.25 ലക്ഷം വരെ വോട്ടുകളാണ് BJP-ക്ക് ലഭിക്കുക. അതായത് കേവലം 50% വോട്ട് മാത്രം വർദ്ധിച്ചാൽ. അങ്ങനെ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? തുടർച്ചയായിട്ട് 2 തവണ നരേന്ദ്രമോദി ഭരിച്ചു. 3-ാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വരും, 400-ഓളം സീറ്റുകളിൽ എത്തും എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ചിലർക്കെങ്കിലും. ഇന്ന് ആർക്കും, രാഹുൽ ഗാന്ധിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള മറ്റാർക്കുമോ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ 4-മതൊരാളെങ്കിലും നോമിനേഷൻ കൊടുക്കാൻ ധൈര്യപ്പെടുമായിരുന്നു. അപ്പൊ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് 3 പേര് മാത്രമാണ് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം അതിന് പോലും ആളെ കിട്ടുന്നില്ല. കാരണം അവർക്ക് വ്യക്തമാണ് ഇതൊരു വൃഥാ വ്യായാമമാണ്, വെറുതെ നിന്നുള്ള പേര് കളയണ്ട, അതുകൊണ്ട് മത്സരിക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥയിൽ കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ വിജയം വരിക്കുമെന്നോ നരേന്ദ്രമോദിക്ക് പകരം മറ്റൊരു ബദലുണ്ടാകുമെന്നോ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തവണ
കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാനുള്ള സാധ്യത, വോട്ട് വർദ്ധിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റൊന്ന്, രാമക്ഷേത്രം പോലെയും അല്ലെങ്കിൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞതുപോലെയും നോട്ട് നിരോധനം നടത്തിയതുപോലെയും GST നടപ്പാക്കിയതുപോലെയും മുത്തലാഖ് നിരോധിച്ചതുപോലെയുമുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച ഗവൺമെന്റ് അത് നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞാൽ നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണ് മുകളിലുള്ളത് എന്ന് മനസ്സിലായി. ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തു. ശത്രു രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് അനുവാദമില്ലാതെ സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ അമേരിക്കൻ മോഡലില് നമ്മൾ ശത്രുക്കളെ അടിച്ചൊതുക്കി. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ ഒരു ഗവൺമെന്റ് സാമ്പത്തികമായി കൊറോണയ്ക്ക് ശേഷം ലോകം മുഴുവൻ ക്ഷീണിച്ചപ്പോൾ 7.5% സാമ്പത്തിക വളർച്ച നേടുന്ന ഒരു രാജ്യമായി ഭാരതം മാറി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ ഒരു അവസ്ഥ ഇന്ന് ഭാരതത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ മത വിഭാഗം വളരെ നല്ല രീതിയിൽ BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പെട്ട ധാരാളം പേർ, അവരുടെ അണികളും അനുഭാവികളും അടക്കമുള്ള ആൾക്കാര് ഇത്തവണ BJP വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന ഒരു നിലപാടിലേക്ക് വന്നു. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ലോകത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ലോകത്തിന് വഴികാട്ടാൻ പറ്റുന്ന തരത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യാവസായിക വളർച്ച, തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കിയ ഉണർവ് അവരുടെ വോട്ട് BJPയിലേക്ക് എത്തിക്കും. വനിതകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങളും കൂടുതൽ സ്ത്രീകളെ BJPയിലേക്ക് ആകർഷിക്കും. പിന്നെ ജനോപകാരപ്രദമായ ധാരാളം കാര്യങ്ങളുണ്ട്. അത് മുഴുവൻ ഞാൻ അക്കമിട്ട് പറയുന്നില്ല. കിസാൻ സമ്മാൻ നിധി ആണെങ്കിലും അല്ലെങ്കിൽ ശൗചാലയം കിട്ടിയതാണെങ്കിലും ഗ്യാസ് കണക്ഷൻ ആണെങ്കിലും ധാരാളം വോട്ടുകൾ കൊണ്ടുവരും. ഈ ഒരു സാഹചര്യത്തിൽ വേണം കേരളത്തില് നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 50% വോട്ട് വർദ്ധിക്കുകയാണ് എങ്കിൽ BJPക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതില് ആരുടെയും റഡാറിൽ ഇതുവരെ പതിയാത്ത ഒരു മണ്ഡലമാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അതായത് ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളോ അതല്ലെങ്കിൽ പണ്ഡിതന്മാരോ പറയാത്ത ഒരു മണ്ഡലം ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. കോട്ടയം എന്ന് പറയുന്ന മണ്ഡലമാണ്. കോട്ടയം എന്ന് പറയുന്ന മണ്ഡലം വിജയിക്കുമെന്ന് ആരും പറഞ്ഞില്ല. 2ാം സ്ഥാനത്തെത്തുമെന്ന് പോലും ആരും പറഞ്ഞില്ല. പക്ഷെ കോട്ടയത്തെ കുറിച്ച് ഞാൻ പറയുന്നു, കോട്ടയം ഇത്തവണ വിജയിക്കും. ഇപ്പോൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനത് പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ കോട്ടയം സൂചിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഒരു ക്രൈസ്തവ മഹാഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. എങ്ങനെയാണോ മഞ്ചേരി, പൊന്നാനി മുസ്ലിം ഭൂരിപക്ഷമുള്ളത്, അതുപോലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യം അതല്ല. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ 39% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. ബാക്കി 6% മുസ്ലിം കഴിഞ്ഞാൽ 55% ഹിന്ദുവാണ്. ഈ വസ്തുതയും ഒരു പണ്ഡിതനും പറയില്ല. അപ്പോൾ ഇതൊരു വസ്തുതയാണോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അങ്ങനെയുള്ള ആ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിച്ചത് SNDPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുപോലെ BDJSന്റെ സംസ്ഥാന ചെയർമാനുമായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. കഴിഞ്ഞ തവണ അവിടെ BJPക്ക് 1,55,000 വോട്ട് കിട്ടി. ആ 1,55,000 വോട്ട് ലഭിച്ച സ്ഥാനത്ത് ഇത്തവണ BJPയുടെ ആ വോട്ടിന് പുറമെ SNDPക്ക് മാത്രം അവിടെ 3.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളുണ്ട്. SNDPയുടെ 3.5 ലക്ഷം വോട്ടുകളും SNDPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് കിട്ടും എന്ന് പറയാൻ മാത്രം രാഷ്ട്രീയ മണ്ഡലത്തിലൊന്നും എനിക്കില്ല. എന്നാൽ 3.5 ലക്ഷം വോട്ടിൽ 2 ലക്ഷം വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും LDFനും UDFനും വേണ്ടി കൊടുത്താൽ പോലും 1.5 ലക്ഷമോ ഇനി വേണ്ട 1.25 ലക്ഷം വോട്ട്, അതായത് 3.5 ലക്ഷം SNDP വോട്ടിൽ കേവലം 1.25 ലക്ഷം വോട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് സമാഹരിക്കാൻ സാധിച്ചാൽ കഴിഞ്ഞ തവണത്തെ 1.55 പ്ലസ് 1.5 എന്ന് പറയുമ്പോൾ 3 ലക്ഷം വോട്ടായി. പക്ഷേ അതിൽ നിന്ന് ഒരു 10% വോട്ട് കുറയ്ക്കാം. എന്താ കാരണം? ഇത്തവണ പോളിംഗ് അവിടെ 9.5% കുറവാണ്. കേരളം മുഴുവൻ കുറവാണ്, കോട്ടയത്തും കുറവാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇത്തവണ പോൾ ചെയ്ത വോട്ട് 8.25 ലക്ഷം മാത്രമാണ്.
ഈ 8.25 ലക്ഷം വോട്ടിൽ 2.25 ലക്ഷം വോട്ട്, 1/3 വോട്ട് പിടിക്കുന്ന ആളിനെ ജയിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ 1.5 ലക്ഷം വോട്ട് ബി ജെ പിക്കുണ്ട്. ഇത്തവണ 3.5 ലക്ഷം SNDP വോട്ടിൽ 1.25 ലക്ഷം വോട്ട് SNDPയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയാൽ 1.5 + 1.25 2.25 ലക്ഷം വോട്ടായി തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയം ജയിക്കാം. 2.25 എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കുറച്ച് പറഞ്ഞതാണ്. അത് 2.90 2.80 അത് 3-ന് അടുത്ത് വരെ എത്തിയാൽ ഉറപ്പായിട്ടും ജയിക്കാം. ഇത് ഞാൻ പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിച്ച ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണത്തെ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഇല്ല, 10,000 വോട്ടിന് ജയിക്കുമെന്നാണ്. അതായത് 1 ലക്ഷം എന്നുള്ള ഭൂരിപക്ഷം 10,000 കുറയുമെന്ന് കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥി പറയുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാണ്. അവിടെ UDF മണ്ഡലമാണ് എല്ലാ കാലത്തും. കേരള കോൺഗ്രസ് LDFിലേക്ക് പോയത് കൊണ്ട് മാത്രം കോട്ടയം സാങ്കേതികമായി LDF ആയെങ്കിലും UDF മനോഭാവമുള്ള ആൾക്കാർ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഈ സാഹചര്യത്തിൽ 2.25 ലക്ഷം വോട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയാൽ കോട്ടയം ജയിക്കാം.